എവ്രിവൺ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇത് തന്നെയാണ്. ഈ ഒരു ഹെയർ ട്രാൻസിഷൻ, ഒരു അൺമാനേജബിൾ ആയിട്ടുള്ള ഒരു ഹെയറിനെ നമുക്ക് എങ്ങനെ മാനേജബിൾ ആക്കാം, വെരി സിമ്പിൾ പ്രൊഡക്റ്റ്, അഫോർഡബിൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചെന്നുള്ളതാണ് കേട്ടോ. റെഡിയല്ലേ നിങ്ങള്? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഹെയർ എന്ത് പറ്റിയാവോന്ന് ഹെയർ കെയറുമായിട്ടാണ് കേട്ടോ. ഇത് ഹിമാലയൻ പ്രോട്ടീൻ ഹെയർ ക്രീം. എന്താന്നറിയില്ല. ഓക്കെ, ഞാൻ നാവൊക്കെ പഠിച്ചതാട്ടോ. ഹിമാലയൻ പ്രോട്ടീൻ ഹെയർ ക്രീമുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഐ കാൻ കൺട്രോൾ മൈ ലാഫ്. മാർക്കറ്റിൽ വന്നിട്ട് അറിയാം നിങ്ങൾക്ക്, 1930 മുതലുള്ള ഒരു ബ്രാൻഡിങ് ആണ് ഹിമാലയ എന്നുള്ള ഒരു ബ്രാൻഡിങ്. ഒരു ട്രസ്റ്റ് വർത്തി ബ്രാൻഡാണ്. നമ്മൾ ഒരു ഹിമാലയ പ്രൊഡക്റ്റ് ആണോ, ഓക്കെ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഹിമാലയ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ അഫോർഡബിൾ ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും വലിയൊരു എക്സ്പെൻസീവ് അല്ലാതെ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ആണ് അവരെപ്പോഴും ലോഞ്ച് ചെയ്യാറുള്ളതും. ഒരു പാവപ്പെട്ടവരുടെ സ്പാ എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ സ്പാ ക്രീംസിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ആൻഡ് ഈവൻ ഇറ്റ് വിൽ മേക്ക് ആ ഹെയർ ഡാമേജ്. ഇതും ഹെയർ ഡാമേജ് ആക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഈവൻ ദോ നമുക്ക് ഒരു പ്രോട്ടീൻ ക്രീമൊക്കെ ആയിട്ട് നമ്മളിപ്പം ഭയങ്കര ഫ്രിസ്സി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹെയറിൽ മുടി ഇങ്ങനെ വല്ലാതെ പൊങ്ങിയിരിക്കുകയാണ്, ഓയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒട്ടലുണ്ടാവുമല്ലോ, വല്ലാതെ ഒട്ടലില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, വല്ലാതെ ഒട്ടലില്ലാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പാവപ്പെട്ടവരുടെ സ്പാ ആയിട്ട്, അപ്പോൾ ഒരു സ്പാ ട്രീറ്റ്മെന്റിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു കൈൻഡ് ഓഫ് സ്പാ ആയിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, പ്രോട്ടീൻ ക്രീം ആണ് എന്താണെങ്കിലും. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നിറയെ ഉണ്ടാവുന്നതാണ്. യൂസ് ചെയ്ത് ഇത്രയേ ഉള്ളൂ, കാണുന്നില്ല അല്ല, യൂസ് ചെയ്തിട്ട് ഇത് കണ്ടോ ഇത്ര അടിവരെയായി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, ടു ബി ഫ്രാങ്ക്. എപ്പോഴാണോ ഒരു ഒക്കേഷനൊക്കെ വരുന്നുണ്ട്, ഒരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ ഇത് യൂസ് ചെയ്യും. പിന്നെ ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓൾറെഡി ഇപ്പോൾ 2 ദിവസമായി ഞാൻ കുളിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഓയിൽ ഡെപ്പോസിഷൻ കാണാനുണ്ട് ഹെയറിൽ. നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഗ്ലൈസിങ് എങ്ങനെയായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടാണ് നിങ്ങളെ കാണിക്കുന്നതെങ്കിൽ ഭയങ്കര ഹെയർ ഡ്രൈ ആയിട്ടായിരിക്കും. അപ്പോൾ വേണം ശരിക്കും ചെയ്യാനായിട്ട് ആ ഒരു ഡ്രൈനെസ്സിൽ. നോക്കാം നമുക്കിതിൽ എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത്. എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. കാരണം വെറുതെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടോ ഇതൊരു ഗുണമില്ലാത്തതാന്നുള്ളത് തോന്നിയിട്ട് പിന്നെ എന്ത് കാര്യമുണ്ട്. ഇത് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് വേണം സ്പാ ചെയ്യാനായിട്ട്. നോർമലി നമ്മൾ അല്ലാതെ ഇപ്പം ഞാനൊരു സൈഡിൽ കാണിക്കാം. അപ്പം കുറച്ച് ഇത് പൊങ്ങി നിൽക്കുന്ന ഒരു ഏരിയയിൽ കണ്ടോ ഒരു ഷൈനിങ് കൊടുക്കുന്നത് കണ്ടോ നിങ്ങൾ ഹെയറിന്. വല്ലാതെ അങ്ങോട്ട് ഓയിലി പോലെ ആക്കുകയില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റിക്കിനെസ് മാറും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കിടക്കും. ഈ ഒരു ഷൈനിങ് ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇത് നമുക്ക് സ്പാ പോലെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് തോനെ അപ്ലൈ ചെയ്യണം. നല്ല പല്ലകലുള്ള ചീപ്പ് വെച്ചിട്ട് തന്നെ മുടി ചീക കേട്ടോ. പിന്നെ എൻ്റെ തലയിൽ ഇനി ഇല്ലാതെയായി, ചീകിയാലും ചീകിയില്ലെങ്കിലും ഒക്കെ കണക്കായി. അത്രയ്ക്കും സ്ട്രെച്ച് മാനേജ്മെൻറ്റ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ദിവസം സംസാരിക്കാൻ ഞാൻ കുറേ ദിവസമായി വിചാരിക്കണു, സംസാരിച്ചിട്ടൊന്ന് വീഡിയോ എടുക്കണം എന്നുള്ളത്. നമ്മളുടെ മുടി കൊഴിച്ചിലിനെ കുറിച്ചിട്ടും അത് മുടി കൊഴിച്ചിലിനെ ചിന്തിച്ചിട്ട് മുടി കൊഴിച്ചിലിനെ വരുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ഒന്ന്. സൈഡ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഞാനൊന്ന് കോംബോ വെച്ച് ഈവൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തേക്കും. ഇത് ആക്ച്വലി ഹെയറിലും അപ്ലൈ ചെയ്യാം, റൂട്ടിലും അപ്ലൈ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ റൂട്ടിലേക്ക് അങ്ങനെ എത്തിക്കാറില്ല, എനിക്ക് അത്ര ഒരു ധൈര്യം പോരാ. ഓൾറെഡി തലയിലൊന്നുമില്ല. ഞാനിവിടെ എൻ്റെ പഴയ ഒരു മുടി കാണിക്കാം കേട്ടോ. ഇറ്റ് വാസ് എ മെമ്മറി എന്താണെങ്കിലും. പക്ഷേ എനിക്ക് സങ്കടമില്ല ഞാൻ ഈ രീതിയിലായതുകൊണ്ട്. ഇപ്പം നമ്മൾ ചെറുപ്പം മുതലേ മുടിയില്ലാതെ ആവുന്ന ഒരു സമയത്ത് നമുക്കൊരു അയ്യോ എനിക്ക് ആ ഒരു ഫേസിലൂടെ കടന്നു പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവില്ലേ. പക്ഷെ അതെനിക്കില്ല. ഒരുപാട് ഹെയർ ഉണ്ടായിട്ട് ഒരു ഹെയർ കൊണ്ട് അറിയപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. ഹെയർ ബാൻഡ് വെച്ച് വരുന്ന ഒരുപാട് നീളമുള്ള ചെറിയ ടീച്ചറില്ലേ, അങ്ങനെയായിരുന്നു അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ മുടി കൊണ്ടും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് എങ്ങനെയാക്കുമ്പോൾ തന്നെ എൻ്റെ ഹെയർ ഫോൾ ആണ്. ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പം
എനിക്കറിയാം എൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം ഐ നീഡ് ടു ഗിവ് ട്രീറ്റ്മെൻറ്റ് ടു മീ, ദെൻ ഓൺലി ഹെയർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാത്തത്. വെറുതെ എടുത്ത് ആ പൈസയും കൂടെ കളയണോ? ഇതുമായിട്ടാണ് നമ്മളുടെ ഒരു പ്രയത്നം. പാർലറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റീം ചെയ്യണത് അല്ലേ? ആ ഒരു സ്റ്റീമിങ് നമുക്ക് വീട്ടിൽ നമ്മളുടേതായ രീതിയിൽ കൊടുക്കാം കേട്ടോ. അപ്പം ടർക്കി ആകുമ്പോൾ എന്താ വെച്ചാൽ ചൂട് അവിടെ തന്നെ നിൽക്കും. ഹോട്ട്നെസ് നമ്മൾ എത്രത്തോളം ഹോട്ടാക്കുന്ന ബോയിൽ വാട്ടറിലേക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് സോക്ക് ചെയ്ത് അത് തലയിൽ ചുറ്റുക ചെയ്യണത്. അപ്പോൾ അത് കുറേ നേരം ആ സ്റ്റീം പോലെ നമ്മുടെ തലയിൽ അവിടെ ആ ഒരു ചൂട് മുടിയിലേക്ക് കിട്ടിക്കോളും. ചൂട് കിട്ടുന്ന സമയത്ത് എയറിൻ്റെ ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആയിട്ട് നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് ഇറങ്ങും ഇതിൻ്റെ ഒരു, അല്ലെങ്കിൽ മുടിയിഴകളിലേക്ക് നന്നായിട്ട് ഇറങ്ങും ഇതിൻ്റെ ഒരു പ്രോട്ടീൻ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇത് ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇത് ആക്ച്വലി വെള്ളം കുറവാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് സോക്ക് ചെയ്തിട്ട് വരാവേ. നല്ല ചൂടുണ്ടേ. ഇന്നിപ്പം നല്ല ഉറക്കം വരും, അങ്ങനത്തെ ഒരു ഫീലാണ്. കുറച്ചു നേരം ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കിയിട്ട് ടർക്കി, ഈ ഒരു കട്ടിയുള്ള ടർക്കി ആകുമ്പോൾ എന്താ വെച്ചാൽ ആ ചൂട് അവിടെ കുറേ നേരം നിന്നോളും. നമുക്ക് ശരിക്കും ആവി പിടിക്കണ പോലെ തന്നെ ഉള്ള ഒരു ഫീല് വരും. വല്ലാതെ ചൂടാവരുത് കേട്ടോ. ഒരു ലൂക്ക് വാംത്ത്, നമുക്കിങ്ങനെ സഹിക്കാൻ പറ്റുന്നതിനേക്കാളും കുറച്ചുകൂടെ താഴെയുള്ള ഒരു ചൂട്. ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ തലയത്തെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോകും. ഇനി തലയിലേക്ക് ഇങ്ങോട്ട് വെക്കാൻ ധൈര്യം ഇല്ലാത്ത ആളുകൾ മുടിയിൽ മാത്രം റാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്യാലോ. പിന്നെ ഒരു കോഷനാണ് കേട്ടോ, കെമിക്കൽസ് എങ്ങനെയാണെങ്കിലും കെമിക്കൽസ് ആണ്. എത്ര നല്ല മാറ്റം കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞാലും കെമിക്കൽസ് ആണ്. അതിൻ്റെതായിട്ടുള്ള ചീത്തവശങ്ങൾ അതിനുണ്ട്. ഇനി ഇതിങ്ങനെ ലീവ് ചെയ്തിട്ടേക്കാം. നമുക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാം കേട്ടോ. എനിക്കിപ്പോൾ ക്ലാസ് ഉണ്ട്. ഇത് നാച്ചുറൽ ആയിട്ട് ഡ്രൈ ആവാനുള്ള സമയമില്ല. സോ കണ്ടല്ലേ ആ ഒരു, അത് തേച്ചതിന്റെ ആ ഒരു എഫക്റ്റ് കണ്ടില്ലേ? കണ്ടോ നിങ്ങള്? എന്താ അവിടെ തന്നെ സോഫേനൊട്ടേക്ക് തിരിച്ചു വെച്ച ഒന്നങ്ങോട്ടൊന്ന് സ്ട്രെയിറ്റ് പോലെ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടാണ് കേട്ടോ, ഹീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കൂടിയാണ്. ഇതിപ്പോൾ സ്ട്രെയിറ്റ്നർ ആണെങ്കിൽ നല്ല അടിപൊളിയായാണ് അങ്ങനെ. അപ്പോൾ ഇതാണ് ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ആ ഒരു ഷൈൻ എന്ന് പറയണത്. എൻ്റെ ഹെയർ അത്രയും ഫ്രിസിയാണ് കേട്ടോ, ലൈക്ക് ചകിരിനാര് പോലത്തെ ഹെയർ ആണ്. ഞാൻ ആക്ച്വലി ഹോട്ട് അയൺ യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നല്ല സ്ട്രെയിറ്റ് ഒന്ന് വേണമെങ്കിൽ ഹോട്ട് അയൺ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം നല്ലതായിട്ട് കാണാൻ പറ്റുമായിരുന്നു നിങ്ങൾക്ക്. ഞാൻ അതും കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എൻ്റെ ഹോട്ട് അയൺ കേടായിപ്പോയി. പണ്ട് നിങ്ങൾക്ക് അറിയോ ഈ ആമസോണും നമുക്ക് ഫ്ലിപ്കാർട്ടും ഒക്കെ, ആമസോൺ അന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആമസോണൊക്കെ ഭയങ്കര ഒരു റിച്ച് പ്ലാറ്റ്ഫോം ആയിരുന്നു. നമ്മൾ മീഷോയ്ക്ക് പകരം സ്നാപ്ഡീൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചൈനയുടെ ആയിരുന്നു ആപ്ലിക്കേഷൻ, എനിക്ക് അറിയില്ല. ആ സ്നാപ്ഡീലിൽ നിന്നായിരുന്നു ഞാൻ ഈ ഒരു ഹോട്ട് അയൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ചിലപ്പം നല്ല സാധനം കിട്ടും, ചിലപ്പോൾ നമ്മൾ പൊട്ട സാധനം ആയിരിക്കും വരിക. അങ്ങനെയാണ് സ്നാപ്ഡീലിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോഴും സ്നാപ്ഡീൽ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എല്ലാവരും ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ സ്റ്റക്കിൻ ആയി പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ലേ, ഒരു, എനിക്ക് അതിൻ്റെ പേര് മറന്നുപോയി. ചൈന പ്രൊഡക്ട്സ് ഒക്കെ നല്ല ചീപ്പ് റേറ്റിന് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നേ. എനിക്ക് കിട്ടുന്നില്ല. ക്ലബ് ഫാക്ടറി അല്ലേ, ക്ലബ് ഹൗസ് എന്നാണ് എനിക്ക് വരുന്നത്. ക്ലബ് ഫാക്ടറി, യെസ്. അതും അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അതിന്നും ഞാൻ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് ആ സമയത്ത്. അതും നല്ല ഇങ്ങനെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ചൈന പ്രൊഡക്ട്സ് കിട്ടുമായിരുന്നു.
സോ ഇതാണ് ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒരു ഷൈൻ, കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയ പോലെ കിടക്കുകയും ചെയ്യും ഹെയർ വന്നിട്ട്. ഇതിന്റെ മെയിൻ ആയിട്ട് കാണേണ്ടത് ഇതിന്റെ തുമ്പുഭാഗമാണ്. ശരിക്കും ആ ഒരു ഫ്രിസ്നെസ് ഒക്കെ വല്ലാതെ ഫ്രിസ്നെസ് ഒക്കെ ഉള്ളത് അങ്ങോട്ട് പോയി വൃത്തിയായിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി എഴുതിയിരിക്കുന്നത് ചിക്ക് പി ആൻഡ് ആംല എന്നാണ്. പിന്നെ കോമ്പണൻസ് ഒക്കെ ഒരു ആയുർവേദിക് കോമ്പണൻസ് ഒക്കെ ആയിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ബ്രിങ്കരാജ, അതുപോലെ തന്നെ ആൻഡ് അമലക്കായ്, ചനക്ക, അങ്ങനെ പറഞ്ഞിട്ട് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് എഴുതിയത്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പം ചിലപ്പം ഇങ്ങനെ വൈറ്റ് ക്രീമൊക്കെ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും കെമിക്കൽസ് ഉണ്ടാവും കുറച്ചെങ്കിലും. അപ്പം ഞാൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യണം എന്നല്ല, നമുക്കൊന്ന് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ നമുക്കിങ്ങനെ സ്മൂത്ത് ആൻഡ് സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കണം എന്നുള്ളൊരു ഇഷ്ടമുണ്ടെങ്കിൽ, എൻ്റെ മുടി സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ ഷാമ്പു ഇട്ട് ആ ഒരു 1/2 മണിക്കൂർ കിടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞ് പൊന്തി വരും. ഫ്രണ്ടാണ്, ചേച്ചിയാണ്, ദിവ്യ ചേച്ചി. അന്ന് 50 റുപ്പീസാണ് കേട്ടോ. ഇത്ര കുഞ്ഞു ബോട്ടിലാണ്. അന്ന് ഭയങ്കര അഫോർഡബിൾ ആയിട്ടില്ലാത്തൊരു സമയമാണ്. 50 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ 2011 ഒക്കെ ആയിരിക്കും അത്. ആ സമയത്ത് 50 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ടാണ്. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ ചിലവാക്കാന്ന് പറഞ്ഞാൽ ഒരു 200 രൂപയുടെ ഒക്കെ റേഞ്ച് വരും 50 റുപ്പീസിന് അന്ന്. ഇന്നിപ്പം ഈ ഒരു ബോട്ടിൽ 175 രൂപയാണ്. എത്ര പോകുന്നൊരു ബോട്ടിലാണ് 50 റുപ്പീസ് വരുന്നത്. ഇതിന് 200 റുപ്പീസിൻ്റെ അടുത്ത് ഇന്ന് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ റേറ്റ് വല്ലാതെ അങ്ങോട്ട് ഇൻക്രീസ് ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ലിവോൺ സെറം എന്ന് പറയുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഫ്രിസ്നെസ് വല്ലാതെ ആവുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. ഒന്ന് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ യൂസ് ചെയ്യും. ഇതും ഹെയറിന് വലിയ നല്ലതൊന്നും അല്ല, ഷാമ്പൂ നല്ലതല്ല. നമ്മൾ ഈ എന്താ പറയുക, ആയുർവേദിക് പ്രൊഡക്ട്സും ആയുർവേദിക് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നല്ലത്. ഷാമ്പൂ ഒക്കെ നമ്മൾ ഇത്ര അധികം എക്സ്പോസ്ഡ് ആയതിനു ശേഷമാണ് ഈ ഹെയർ ഫോൾ എന്നുള്ളൊരു ഇഷ്യൂ ആയിട്ട് മാറിയത്. ആർക്കെങ്കിലും ഇല്ലാത്തതുണ്ടോ? ആരെങ്കിലും ഒന്നുണ്ടോ എൻ്റെ മുടിയൊന്നും കൊഴിയുന്നില്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത്? എൻ്റെ മുടി കൊഴിയുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഹാജർ, ഞാനുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു നമ്മൾ ഈ ഷാമ്പൂവിൻ്റെ ഒക്കെ ഒരു എക്സസ് യൂസ്, ഓയിൽ യൂസ് ചെയ്യാത്തൊരു രീതി. ഓയിൽ യൂസിൻ്റെ ആവശ്യമില്ല ഹെയറിന് ശരിക്കും. പക്ഷെ നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യുന്ന അതൊരു ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ കൊടുക്കുകയാണ്. ഷാമ്പൂ ഒക്കെ തേച്ച് ഓയിലൊന്നും കൊടുക്കാതിരിക്കുന്ന സമയത്ത് അപ്പോഴും ഹെയർ, നമ്മളിപ്പോൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ചെടിക്ക് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എങ്ങനെ ഉണ്ടാവും, അതേ ഒരു എഫക്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ മാക്സിമം കെമിക്കൽസ് ഞാൻ മാക്സിമം ഉപയോഗിക്കാറില്ല. പക്ഷേ എനിക്കിഷ്ടമുണ്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരു വട്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. മെയിൻ്റനൻസ് ആണ് മെയിൻ പാർട്ട്. എന്താണെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ആലോചിച്ചിട്ടാണ് അതിൻ്റെ ഒരു, അത് അങ്ങനെ നിൽക്കണം, അങ്ങനെ നമ്മുടെ ഹെയറിന് ഡാമേജ് ഒന്നും വരാതെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരു പണിയാണ്. അപ്പം നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് വലിയൊരു ചീത്തയായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ ഫോളോ അങ്ങനെ ഇന്നും വരെ എക്സ്ട്രാ ഹെയർ ഫോളോ, അതുപോലെ തന്നെ ഹെയർ ഫോളോ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുറച്ചൊക്കെ ഒരു ലിമിറ്റ് വെച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ടപ്പ് ചെയ്യുന്നതിൽ കുറയല്ല, കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ എനിക്ക് ചിലപ്പോൾ തലയിൽ മുടി കയ്യിൽ വെക്കാൻ തോന്നുക, കാരണം അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുണ്ട് ഹെയർ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹോട്ട് അയൺ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു റിസൾട്ട് കാണാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് രാവിലെ ഇട്ടിട്ട് രാത്രിയായി. ഇപ്പം ഞാൻ കുളിക്കുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. ഒരു 5-8 മണിക്കൂർ തലയിൽ കിടന്നിട്ടുണ്ടാവും. തലയിൽ ഇടാറില്ല ഞാൻ, തലയിലേക്ക് അങ്ങനെ അങ്ങോട്ട് വാരിപ്പൊത്താറില്ല. മുടിയിൽ നല്ല വാരിപ്പൊത്തും, എന്നിട്ട് കുളിക്കും, അതാ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ എവ്രിവൺ.